ഓക്കെ, അപ്പം ഇപ്പോൾ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കാം വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, അക്സസബിൾ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ അക്സസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. അക്സസബിൾ വാല്യൂ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അക്സസബിൾ വാല്യൂ തന്നിട്ടുണ്ട്. ചിലപ്പോൾ അക്സസബിൾ വാല്യൂ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അക്സസബിൾ വാല്യൂ ഓഫ് ദി ഇമ്പോർട്ട് എക്യുപ്മെന്റ് തന്നിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ അക്സസബിൾ വാല്യൂ ഓഫ് ദി ഇമ്പോർട്ട് എക്യുപ്മെന്റ് തന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. വാട്ട് ഇസ് ദ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ, അത് കാണാനായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് അത് നോക്കാം. അക്സസബിൾ വാല്യൂ, ഈ അക്സസബിൾ വാല്യൂ ഓഫ് ദി ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് ഇസ് ഗിവൺ, ഹൗ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി കൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞ മാതിരി ആ രണ്ട് ഡേറ്റ് തന്നിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി തന്നിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്, ഏത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് രണ്ട് റേറ്റ്സ് കണ്ടുപിടിക്കണം. ഒന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കണം. ഇതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, റേറ്റ് ഓഫ് ഡ്യൂട്ടി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏത് ഡേറ്റ് ആണെന്നുള്ളത് നമ്മൾ ഇന്നലെ ചാർട്ടിൽ നോക്കി. അപ്പോൾ അതിന് മുമ്പ് ഡ്യൂട്ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അക്സസബിൾ വാല്യൂ തന്നിട്ടുണ്ട്. അക്സസബിൾ വാല്യൂ തന്ന കേസ് നമുക്ക് അക്സസബിൾ വാല്യൂ ഈസ് ഗിവൺ. ഓക്കെ, അക്സസബിൾ വാല്യൂ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് എ ബി എന്ന് പറയും. എ ബി ഇസ് ഗിവൺ, ഇത് ഗിവൺ ആണ്. ഓക്കെ, ഇത് ഗിവൺ. എന്നിട്ട് നമ്മളടുത്ത് പറയുന്നത് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കാനാണ്. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ വരയ്ക്കണം. അപ്പോൾ മുകളിൽ അക്സസബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു എന്നുള്ളത് എഴുതുക. അപ്പോൾ സപ്പോസ് നമുക്ക് എടുക്കാം 1 lakh rupees ആണ് എടുക്കാം. 1 lakh rupees ആണ് ഇവിടെ എഴുതുക. എന്നിട്ട് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ് ഇത് ബേസിക് BCD എന്ന് പറയും. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അതിനെയാണ് BCD എന്ന് പറയുന്നത്. BCD എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? BCD എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ 10% എടുക്കുക. BCD at the rate 10%. അപ്പോൾ ഈ 10% എന്തിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന? അക്സസബിൾ വാല്യൂ. അപ്പോൾ 10%, 10/100 ഇൻറ്റു അക്സസബിൾ വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് XXX കിട്ടിയെന്ന് വിചാരിക്കുക. ഇതാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ഇതാണ് പോയിന്റ് നമ്പർ 1. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് കസ്റ്റം BCD കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SWS എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഓക്കെ, സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഈ സോഷ്യൽ വെൽഫെയർ സർചാർജ് തന്നിട്ടില്ലെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ 10% എടുക്കുക. ഈ 10% എന്തിനാണ് കണ്ടുപിടിക്കുക? അക്സസബിൾ വാല്യൂലല്ല, മുകളിൽ കണ്ടുപിടിച്ച ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വേണം കണ്ടുപിടിക്കാൻ, ഓൺ BCD. അപ്പം 10/100 ഇൻറ്റു BCD എത്രയാണ്? ഈ XXX ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരിക. ആ എമൗണ്ട് ഇവിടെ ഇടുക, XXX. അപ്പോൾ നമുക്കതിൽ വേറൊരു വാല്യൂ കിട്ടും. നമുക്ക് XX കിട്ടിയെന്ന് വിചാരിക്കുക. ഇതാണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി excluding IGST and GST compensation cess. ഈ ടേബിൾ ഇതേമാതിരി പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ മതി. GST compensation cess. Okay, this is equal to, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, ഈ XXXഉം ഈ XXX ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതുക. XXX വിചാരിക്കുക.
ഇതാണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിങ് IGST and GST. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് 1 എന്ന് വിളിക്കാം. ബ്ലോക്ക് 1. ഇനി അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ടാക്കണം. അതിനാണ് പറയുന്നത് അടുത്ത ബ്ലോക്ക് വരയ്ക്കുക. അടുത്ത ബ്ലോക്ക് വരച്ചിട്ട് എഴുതുക വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് IGST and GST compensation cess. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ IGST കാൽക്കുലേറ്റ് ചെയ്യണം, GST കോമ്പൻസേഷൻ സെസ് കണ്ടുപിടിക്കണം. അത് എന്തിന്റെ മുകളിലാണ് കണ്ടുപിടിക്കേണ്ടത്? അതൊരു പെർസെൻറ്റേജ് ഓഫ് സംതിങ് ആണ്. ആ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അസസബിൾ വാല്യൂ. അതായത് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ അസസബിൾ വാല്യൂ ഉണ്ടല്ലോ, ഈ അസസബിൾ വാല്യൂവിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ സം ഉണ്ടല്ലോ, ഈ ടോട്ടൽ അതിവിടെ ആഡ് ചെയ്യാം. അതായത് അതെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. ഇവിടെ കിട്ടിയ വാല്യൂ ഇവിടെ എടുത്തിടുക. ഇത് എത്രയാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. ഓക്കെ, സപ്പോസ് അത് 1 2 3 4 5 5x ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. അതാണ് വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് IGST ആൻഡ് GST. ഇനി ഇതിന് ഞാനിപ്പോൾ 3 എന്ന് നമ്പർ ഇട്ടു നോക്കിയാൽ ഇത് 4 5. ഓക്കെ, ഇവിടെ ഞാൻ IGST കണ്ടുപിടിക്കാൻ പോവാ. IGST ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 18% തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ 18% ക്വസ്റ്റ്യനിൽ തരും. അത് എത്രയാണ്? ഇത് ഏതിലാണ് കണ്ടുപിടിക്കുക? ഓൺ 4 above. നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചില്ലേ ഈ 4 above, മുകളിൽ ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ 4 above എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് ഇവിടെ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18/100 ഇൻറ്റു x. അതായത് ഈ വാല്യൂ, നമുക്ക് മുകളിൽ കിട്ടിയ ഈ വാല്യൂ, അത് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഈ വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. അതാണ് IGST. ഇതിനാണ് ഇന്റഗ്രേറ്റഡ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓൺ കസ്റ്റംസ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് GST കോമ്പൻസേഷൻ സെസ്. GST കോമ്പൻസേഷൻ സെസ് അറ്റ് റേറ്റ് അത് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. സപ്പോസ് 28% ആണ് വിചാരിക്കുക. ഓൺ 4 above. ഇത് മുകളിൽ കിട്ടിയ ഈ മുകളിൽ 4 above എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കിട്ടിയിരിക്കുന്ന ആ വാല്യൂല് അത് 28/100 ഇൻറ്റു മുകളിൽ IGSTക്ക് ചെയ്ത മാതിരി തന്നെ ആ വാല്യൂവിന്റെ മുകളിൽ ആ 28% കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് GST കോമ്പൻസേഷൻ സെസ്. ഓക്കെ, ഇനി ലാസ്റ്റ് 7 ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ഏതൊക്കെയാണെന്നറിയോ? നമ്മൾ 4 ഒരു വാല്യൂ കണ്ടുപിടിച്ചില്ലേ, ദാറ്റ് പ്ലസ് 5 പ്ലസ് 6. അതോടുകൂടി ആ ടേബിൾ കംപ്ലീറ്റ് ആയി. 4 എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത്? അസസബിൾ വാല്യൂ പ്ലസ് മുകളിൽ കിട്ടിയതിന്റെ എല്ലാറ്റിനും കൂടെ സമ്മ. ഈ 4 കിട്ടിയ വാല്യൂവിന്റെ കൂടെ നമ്മൾ 5 കണ്ടുപിടിച്ച IGSTയും 6 കണ്ടുപിടിച്ച GST കോമ്പൻസേഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ. അത്രയും കസ്റ്റംസ് ഡ്യൂട്ടിയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അത്രയും പറഞ്ഞ്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട BCD ഏതിന്റെ മുകളിൽ കണ്ടുപിടിക്കും? BCD കണ്ടുപിടിക്കേണ്ട ഇപ്പൊ 10% ആണെങ്കിൽ അസസബിൾ വാല്യൂവിന്റെ 10%, അത് ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ ആ BCDയുടെ 10% സോഷ്യൽ വെൽഫെയർ ചാർജ്, അത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ്? ഈ BCDയും സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ ആഡ് ചെയ്തതാണ് ഈ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഇനി ആ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടിന്റെ കൂടെ ഈ അസസബിൾ വാല്യൂ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IGSTയും GSTയും കണ്ടുപിടിക്കേണ്ട അസസബിൾ വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് ഇത്. ആ വാല്യൂവിന്റെ മുകളിലാണ് നമ്മൾ ഇത് രണ്ടും, GST കോമ്പൻസേഷൻ സെസ് ആണെങ്കിലും ശരി, IGST ആണെങ്കിൽ ആ വാല്യൂവിന്റെ മുകളിലാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ പെർസെന്റേജ് ഒന്ന് 18%, മറ്റേ 28%. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അതേമാതിരി എടുക്കുക. പിന്നെ 4 + 5 + 6 അവസാനം കണ്ടുപിടിച്ച 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടും. ഇതാണ് ചാർട്ട്. ഇതാണ് ടേബിൾ ഫോർ കമ്പ്യൂട്ടിംഗ്. ഇതാണ് എന്താ പറയാ, റെസിപ്പി ഫോർ കമ്പ്യൂട്ടിംഗ്
ഇതാണ് പറയുക റെസിപ്പി ഫോർ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. ഈ ചാർട്ട് അറിയാമെങ്കിൽ പിന്നെ ഇന്നലെ പഠിച്ച ചാർട്ട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ പ്രോബ്ലം ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി വായിച്ചു. ഇവിടെ അസസിബിൾ വാല്യൂ ഇതാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദ ടോട്ടൽ കസ്റ്റംസ് കസ്റ്റംസ് ഡ്യൂട്ടിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇന്റഗ്രേറ്റ്, അപ്പോൾ IGST കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്റഗ്രേറ്റഡ് ടാക്സ് പേയബിൾ അണ്ടർ ദ കസ്റ്റംസ് ലോ ഓൺ ആൻ ഒരു എക്യുപ്മെന്റ് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ എക്യുപ്മെന്റ് ഇമ്പോർട്ട് ചെയ്തതിന്റെ അസസിബിൾ വാല്യൂ കണ്ടോ, $1,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. ഈ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് അസസിബിൾ വാല്യൂ, AV അസസിബിൾ വാല്യൂ $1,000. ഓക്കെ, $1,000 തന്നിട്ടുണ്ട്. ഇനി ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി 25th. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു. എക്സ്ചേഞ്ച് റേറ്റ് ഏത് ഡേറ്റിൽ എടുക്കുക? എക്സ്ചേഞ്ച് റേറ്റ് എടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ആണ്. ഓക്കെ, അപ്പൊ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഇവിടെ തന്നിട്ടുണ്ട് 25 ഏപ്രിൽ. 25 ഏപ്രിലിന് CBIC പറഞ്ഞിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? എക്സ്ചേഞ്ച് റേറ്റ് നോട്ടിഫൈഡ് ബൈ CBIC is $1.65. അത്രയും ക്ലിയർ ആയി. അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാം ഏത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കേണ്ടത്. $1 = ₹65. ഇതാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാ. $1 = $65. ക്വസ്റ്റ്യനിൽ തരും. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ദിസ് ഡേറ്റ് ഈസ് 10%. 25 ഏപ്രിലിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. ആ ഡേറ്റിനുള്ള എക്സ്ചേഞ്ച് റേറ്റ് $1 = $65 എന്ന് CBIC നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അത് ക്വസ്റ്റ്യനിൽ തരും അത്. ഇനി ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രിയുടെ ആണ്. ഇനി നമുക്ക് അടുത്ത എന്താ അറിയേണ്ടത്? BCD ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അറിയണം. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് അറിയണം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ഇന്നലെ പഠിച്ചു. വിച്ച് എവർ ഈസ് ലേറ്റർ. രണ്ട് കാര്യങ്ങളുണ്ട്. ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റോ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്സ്. ഇതിൽ ഏതാണോ ലേറ്റർ ആയിട്ട് നടന്നത് നോക്ക്. ഇവിടെ ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് 25 ഏപ്രിലാണ്. പക്ഷെ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്സ് 21 ഏപ്രിലാണ്. അപ്പൊ ലേറ്റർ ആയിട്ടുള്ളത് ഏതാ? ലേറ്റർ ആയിട്ടുള്ളത് 25 ഏപ്രിലാണ്. ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് ആണ് ഇവിടെ ലേറ്റർ ആയിട്ട് വന്നത്. അപ്പൊ ആ ലേറ്റർ ആയിട്ട് വന്ന ഡേറ്റിലുള്ള BCD വേണം എടുക്കാൻ. അപ്പൊ 25 ഏപ്രിലിന്റെ BCD എത്രയാ? 10% ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ഈ 20% അല്ല എടുക്കേണ്ടത്. കാരണം അത് കഴിഞ്ഞിട്ട് 21 ഏപ്രിൽ കഴിഞ്ഞിട്ടാണ്. ലേറ്റർ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ആണ്. അപ്പൊ ആ ലേറ്റർ ഡേറ്റിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി വേണം എടുക്കാൻ. അപ്പൊ BCD is 10%. അപ്പൊ അതും ക്ലിയർ ആയി. നമ്മൾ മനസ്സിലാക്കി BCD at the rate 10% ആണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1. 10% ഓഫ് അസസബിൾ വാല്യൂ. അസസബിൾ വാല്യൂ എത്രയാ? 1000. അതിന്റെ മുമ്പ് നമുക്കിത് കൺവേർട്ട് ചെയ്യാം. കാരണം ഇത് PAV ഡോളറിലല്ലേ. അപ്പൊ ഇന്ത്യൻ റുപ്പീസിലാവുമ്പോൾ എങ്ങനെ വരും? ഇതിനെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 into 65. ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 1000 into 65. 656,500. ഓക്കെ, അതാണ് അസസബിൾ വാല്യൂ. അപ്പൊ അതിന്റെ 10%. 656,500. അതായത് 65650. ഇതാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സോഷ്യൽ വെൽഫെയർ സർചാർജ് കണ്ടുപിടിക്കണം. അപ്പൊ ക്വസ്റ്റ്യനിൽ സോഷ്യൽ വെൽഫെയർ സർചാർജ് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ വെൽഫെയർ സർചാർജ് 10% തന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് കണ്ടുപിടിക്കുക അറ്റ് ദ റേറ്റ് 10%. ഇത് ഏതിന്റെ മുകളിലാണ് കണ്ടുപിടിക്കുക? ഓൺ BCD. BCDയിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അതായത് 10/100 ഓഫ് BCD എത്രയാണ്? 6,650. അതിന്റെ 10%. അപ്പൊ അത് എത്രയാ? 6,565. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി, TCD എന്ന് പറഞ്ഞാൽ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിംഗ് IGST ആൻഡ് GST കോമ്പൻസേഷൻസ്. അതായത് മുകളിലത്തെ രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 + 5 11 12 12 7 ഇത്രയും കിട്ടും. 72215. ഇതാണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിംഗ്. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക് 1. ഓക്കെ, ഇനി നമുക്ക് IGST ഇന്റഗ്രേറ്റഡ് ടാക്സ് 12%. IGSTയുടെ ടാക്സ് 12% തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ടേബിൾ. 4th സ്റ്റെപ്പ് എന്തായിരുന്നു? വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ്. ഏത് വാല്യൂവിന്റെ മുകളിലാണോ IGST കണ്ടുപിടിക്കുന്നത് അത് ആദ്യം കണ്ടുപിടിക്കണം. വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് IGST ആൻഡ് GST കോമ്പൻസേഷൻസ്. അത് എത്രയാ? അത് അസസബിൾ വാല്യൂവിന്റെ കൂടെ ഈ 3 ആഡ് ചെയ്യണം. അതായത് അസസബിൾ വാല്യൂവിന്റെ കൂടെ നമുക്ക് 3യിൽ കിട്ടിയ വാല്യൂ ആഡ് ചെയ്യണം. അതായത് 6500 പ്ലസ് 72215 അതാണ് ചെയ്യേണ്ടത്. 6500 728715. ഓക്കെ, ഇനി അപ്പൊ അടുത്ത എന്തായിരിക്കും? 5. ഫസ്റ്റ് നമുക്ക് IGST കണ്ടുപിടിക്കണം. IGST at the rate എത്ര ശതമാനമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു പ്രോബ്ലത്തിന്? 12% അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 18 തരികയാണെങ്കിൽ 18 എടുക്കും ഇവിടെ. അപ്പൊ ഈ വാല്യൂ ഇല്ലേ 728715 into 12/100 ഇത് 150995. ഇനി അടുത്തത് നമുക്ക് GST കോമ്പൻസേഷൻ സെസ് കാണണം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇഗ്നോർ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കണ്ട. ഇഗ്നോർ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞത് അത് ക്വസ്റ്റ്യനിൽ ഇഗ്നോർ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ 6 ഇഗ്നോർ, അല്ലെങ്കിൽ നമ്മൾ അതും കണ്ടുപിടിക്കണം. GST കോമ്പൻസേഷൻ സെസ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാനത് 0 ആയിട്ട് ഇടുന്നു. അല്ലെങ്കിൽ അതും കണ്ടുപിടിക്കുക. എന്നിട്ട് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു 4 പ്ലസ് അവസാനം കണ്ടുപിടിച്ച 3 എണ്ണം കൂടെ ആഡ് ചെയ്യുക. അതായത് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഇതും 3 കൂടെ ആഡ് ചെയ്യുക. 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് വെച്ചാൽ പ്ലസ് 728715 879710. ഇതാണ് എന്താണ്? അതെ, BCD ആയിട്ട് 20% കാണണം. ഇപ്പൊ അത് 20% ആയിരുന്നു എങ്കിൽ ഈ 10% എന്നുള്ളിടത്ത് 20% എഴുതണം. ഇവിടെ കണ്ടോ 10% എന്നല്ലേ എടുത്തിരിക്കുന്നത്. അത് 20% ആയിരുന്നു എങ്കിൽ ഇവിടെ 10 എന്നുള്ളത് 20 ആവും. അത്രേ ഉള്ളൂ. എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചിട്ടല്ലേ ഇതിനെ കൺവേർട്ട് ചെയ്തത്. ഇവിടെ അസസബിൾ വാല്യൂ തന്നിരിക്കുന്ന US ഡോളറിലാണ്. അപ്പൊ ഡോളറിന് ഞാൻ ഇതിനെ റുപ്പീസിലേക്ക് മാറ്റിയത് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് ഇവിടെ കണ്ടുപിടിച്ചു. ഒരു സംഭവം നമ്മൾ ഉപയോഗിച്ചത് ഇവിടെയാണ് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാൻ.
അത് US ഡോളറിന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനാണ് എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചത്. പിന്നെ BCD ഉപയോഗിച്ചത് ഇവിടെ 10%, 28% ആയിരുന്നെങ്കിൽ അത് 20% എടുക്കുക. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 2 നമുക്ക് 879710 എന്ന് കിട്ടി. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇവിടെയും കണ്ടോ, 65 ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ടോട്ടൽ 728,656 656,500. ഈ വാല്യൂ കറക്റ്റ് ആണ്, 656,500. ഓക്കെ, പിന്നെ BCD 65650 നമുക്കൊന്ന് ആൻസർ ആയിട്ട് വരും. 65650 ആണ് കണ്ടോ, അതാണ്. പിന്നെ സോഷ്യൽ വെൽഫെയർ സർചാർജ് 6565. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താണ്, ഇത് രണ്ടും കറക്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി 72215. 72215 72 IGST എന്ന് പറഞ്ഞാൽ 150995. 150159,660 12%, 728,715. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ ഇതാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബ്ലോക്കിൽ അങ്ങ് ചെയ്തിട്ട് പോയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇത്ര തന്നെ ഉള്ളൂ. അല്ല, ഡയറക്റ്റ് ടാക്സ് ഇപ്പൊ ഇല്ലല്ലോ, അത് എക്സാം കഴിഞ്ഞിട്ടല്ലേ. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമും കഴിഞ്ഞിട്ടല്ലേ അത് വരുള്ളൂ ഇനി. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാം ഇപ്പോഴൊന്നും വരില്ല, അത് അടുത്ത വർഷം ഉണ്ടാവും. അതിന് നിങ്ങളത് റിവാലുവേഷൻ കൊടുത്തില്ലേ? അത് യൂണിവേഴ്സിറ്റി എക്സാം കഴിയട്ടെ. അത് നമ്മുടെ ഇപ്രാവശ്യത്തെ എക്സാമിന്റെ കൂടെ ഒന്നും അത് വരില്ല. അത് ഓക്കെ, അത് നോക്കാം, പിന്നെ നോക്കാം. എന്തായാലും ഇപ്പൊ ഈ പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. ഇതല്ലാതെ കൂടുതൽ അതിന്റെ അകത്ത് ഒന്നും എടുക്കാനില്ല. കാരണം നിങ്ങൾ ആദ്യം അക്സസിബിൾ വാല്യൂ എടുക്കുക. അക്സസിബിൾ വാല്യൂന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ BCD കണ്ടുപിടിക്കുക. അക്സസിബിൾ വാല്യൂ നിങ്ങൾക്ക് UK പൗണ്ടിലോ ജാപ്പാനീസ് യെന്നിലോ അല്ലെങ്കിൽ ഡോളറിലൊക്കെ തന്നു വെച്ചാൽ ആദ്യം അതിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം. എക്സ്ചേഞ്ച് റേറ്റ് ഏത് ഡേറ്റിലേ എടുക്കുക? ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി. ഓക്കെ, ആ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രിയിൽ CBIC നോട്ടിഫൈ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ സർചാർജ് ആണ് കണ്ടുപിടിക്കുക. സോഷ്യൽ വെൽഫെയർ സർചാർജ് അല്ല, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിന്റെ റേറ്റ് ആണ് നമുക്ക് വിച്ച് എവർ ഇസ് ലേറ്റർ, അതായത് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രിയോ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡോ ഏതാണോ അവസാനമായിട്ട് നടന്നത് ആ ഡേറ്റിലുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി റേറ്റ് തന്നിട്ടുണ്ടാവും, അതെടുക്കുക. അങ്ങനെ BCD ഓൺ അക്സസിബിൾ വാല്യൂവിന്റെ മുകളിലാണ് ആ റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ BCD കണ്ടുപിടിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ സർചാർജ് ആണ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് കണ്ടുപിടിക്കുന്നത് ഈ BCDയുടെ മുകളിലാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. BCDയും സോഷ്യൽ വെൽഫെയർ സർചാർജും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കുക, എക്സ്ക്ലൂഡിങ് IGST ആൻഡ് GST. എന്നിട്ട് ഈ കിട്ടിയ 3ന്റെ കൂടെ AB ആഡ് ചെയ്യുക. അതാണ് വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് IGST ആൻഡ് GST കോമ്പൻസേഷൻ സെസ്. ഓക്കെ, അതാണ് ടോട്ടൽ വാല്യൂ. ഇനി ഈ വാല്യൂവിന്റെ മുകളിൽ 656500 അങ്ങനെ ആ ടോട്ടൽ വാല്യൂവിന്റെ മുകളിലാണ് IGST കണ്ടുപിടിക്കുന്നത്. IGSTയുടെ റേറ്റ് തന്നിട്ടുണ്ടാവും പ്രോബ്ലത്തിൽ. ആ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന റേറ്റ് വെച്ചിട്ട് ആദ്യം IGST കണ്ടുപിടിക്കുക. IGST കണ്ടുപിടിച്ചിട്ട് പിന്നെ അടുത്ത GST കോമ്പൻസേഷൻ സെസ്. GST കോമ്പൻസേഷൻ സെസ് തന്നിട്ടില്ലെങ്കിൽ ഒരു 28% എന്തെങ്കിലും എടുത്താൽ മതി. ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യാം. ഇപ്പൊ 28% തന്നിട്ടുള്ള വെച്ചാൽ 28/100 ഇൻറ്റു നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4 കമ്പ്യൂട്ട് ചെയ്ത് ആ വാല്യൂവിന്റെ മുകളിലാണ് GST കോമ്പൻസേഷൻ സെസ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഈ അവസാനം കണ്ടുപിടിച്ച് 4, 5, 6 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. അതാണ് ഈ പ്രോബ്ലത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ല, ആദ്യം അക്സസിബിൾ വാല്യൂ അതിനെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് നമുക്കൊരു വാല്യൂ കിട്ടി. പിന്നെ 10% ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ചെയ്തിട്ട് ഒരു വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തത് സോഷ്യൽ വെൽഫെയർ സർചാർജ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ ഇന്റഗ്രേറ്റഡ് ടാക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു.
ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ GST കോമ്പൻസേഷൻ സെസ് 0 ആയിട്ട് എടുത്തിരിക്കുക. ഓക്കെ, ഇനി ചിലപ്പം അസസബിൾ വാല്യൂ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് നമുക്ക് ഇവിടെ അസസബിൾ വാല്യൂ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇമ്പോർട്ടിന്റെ കേസിൽ അസസബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയാം. ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട് how to calculate assessable value, how to compute assessable value. Okay, ഇമ്പോർട്ടിലെ അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് അസസബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു CIF. സി എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, എഫ് എന്ന് പറഞ്ഞാൽ റേറ്റ്. ഓക്കെ, അപ്പം ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത് CVR റൂൾസ് എന്ന് പറയും. CVR 2007 എന്ന് പറയും. അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. CVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് വാല്യുവേഷൻ റൂൾസ് 2007. ഈ കസ്റ്റംസിന്റെ വാല്യുവേഷന്റെ ഇടയ്ക്ക് ബ്രാക്കറ്റിൽ DVIG എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഈ DVIG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് imported goods ആണ്. ഈ CVR റൂൾസിലാണ്, കസ്റ്റംസ് വാല്യുവേഷൻ റൂൾസിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് CIF കണ്ടുപിടിക്കുക? ആദ്യം ക്വസ്റ്റ്യനിൽ FOB തന്നിട്ടുണ്ടാവും. ഓക്കെ, FOB എന്ന് പറയുന്നത് തന്നിട്ടുണ്ടാവും, സം എമൗണ്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഫ്രീ ഓൺ ബോർഡ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്പോർട്ടറിന്റെ പോർട്ടിൽ ഷിപ്പിലേക്ക് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ FOB വാല്യൂ ആയി. ഈ FOB കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇതിപ്പം USA ആണെങ്കിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും, അവിടുന്ന് ഇവിടം വരെ എത്തിക്കണ്ടേ, അതിനുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും കൂടെ FOBയുടെ കൂടെ ആഡ് ചെയ്യണം. ഇതാണ് FOB ഇവിടുത്തെ പോർട്ടിൽ ഷിപ്പിൽ കയറ്റാനുള്ള ചാർജ്, ഫ്രീ ഓൺ ബോർഡ്. അവിടെ അതിന്റെ കൂട്ടത്തിൽ പ്ലസ് ഫ്രൈറ്റ് പ്ലസ് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇന്ത്യയിൽ എത്തുമ്പോഴുള്ള CIF എന്ന് പറയുന്നത്. ആ CIFന്റെ മുകളിലാണ് കസ്റ്റംസ് ഡ്യൂട്ടി. അതാണ് അസസബിൾ വാല്യൂ. അപ്പോൾ FOB കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫ്രൈറ്റ് ചിലപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതേമാതിരി എഴുതുക. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 20% ഓഫ് FOB എടുക്കുക. FOB തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, അതിന്റെ 20% എടുക്കുക. ഇനി ഇൻഷുറൻസും പ്രോബ്ലത്തിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1.125% ഓഫ് FOBന്റെ 1.125% എടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക ടോട്ടൽ. ഇതിനെയാണ് CIF എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത്. അതായത് ഈ XXXും FOBയും ഫ്രൈറ്റും ഇൻഷുറൻസും ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതിനെയാണ് CIF എന്ന് പറയുന്നത്. ഈ CIFനെയാണ് നമ്മൾ അസസബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ CIF. ചിലപ്പോൾ ക്വസ്റ്റ്യനിലെ അസസബിൾ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ FOB ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ FOB മാത്രം അറിഞ്ഞാൽ മതി നമുക്ക്. വൺസ് നമുക്ക് FOB അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇതാണ് FOB അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസസബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എങ്ങനെ? അതിന്റെ കൂടെ ഫ്രൈറ്റ് തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. തന്നിട്ടില്ലെങ്കിൽ 20% ഓഫ് FOB കണ്ടുപിടിക്കുക. പിന്നെ ഇൻഷുറൻസ് ആഡ് ചെയ്യുക. ഇൻഷുറൻസ് തന്നിട്ടില്ലെങ്കിൽ 1.125 ഓഫ് FOB ആഡ് ചെയ്യുക. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അസസബിൾ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. ഈ അസസബിൾ വാല്യൂ എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മാതിരി ഇവിടെ ആ അസസബിൾ വാല്യൂ ഇവിടെ കൊണ്ടിടുക. ഇവിടെ കൊണ്ടിട്ടിട്ട് കമ്പ്യൂട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുക. CIF ആണ് അസസബിൾ വാല്യൂ. CIF ആണ് അസസബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു CIF ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്സ്. ഓക്കെ, ഇമ്പോർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് CIF ആണ്, കോസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്. അതിനാണ് അറ്റ് ദ പ്ലേസ് ഓഫ് ഇമ്പോർട്ടേഷൻ. ഇപ്പൊ ഇന്ത്യയിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വരെ എത്തിക്കാനുള്ള പൈസ, ഇന്ത്യയിൽ അത് വൺസ് ആ ഷിപ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അൺലോഡ് ചെയ്യാനുള്ള ചാർജ്, പിന്നെ അവിടുന്ന് വെയർ ഹൗസ് വരെ കൊണ്ടുപോകാനുള്ള ചാർജ്, അതൊന്നും ഇതിൻ്റെ അകത്ത് പെടില്ല.
ആ ഷിപ്പിൽ ഇവിടെ വരെ എത്തിക്കാൻ. അതാണ് ഫ്രൈറ്റും ഇൻഷുറൻസും എന്ന് പറയുന്നത്. ഈ ഇന്റർവീനിങ് ഇതിലുള്ളത്, അതായത് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന മാതിരി ഈ സ്ഥലത്തുള്ളത്, ഈ കടൽ വഴി ഇങ്ങോട്ട് ഇവിടെ ഇന്ത്യൻ പോർട്ടിൽ, ഇപ്പോൾ ബോംബെ പോർട്ടിൽ എത്തുന്ന വരെയുള്ള ചാർജ് എടുക്കാൻ പറ്റുള്ളൂ. അതുവരെയുള്ള ഇൻഷുറൻസ്, അതുവരെയുള്ള ഫ്രൈറ്റ്. പിന്നെ ഈ സി എന്ന് പറയുന്നത് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ FOB ആണ്. ഈ സി എന്ന് പറയുന്നത്, സി എന്താണ് ശരിക്കും? FOB ആണ്. എവിടുത്തെ FOB? US പോർട്ടിലെ FOB. അതാണ് FOB പ്ലസ് കടൽ വഴി കൊണ്ടുവരാനുള്ള ഫ്രൈറ്റ്, അതിനുള്ള ചാർജ് ചെയ്ത ഇൻഷുറൻസ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്സസബിൾ വാല്യൂ കിട്ടും. ഇത്രയും മാഡം ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു നോക്കൂ. മാഡം പ്രാക്ടീസ് ടെസ്റ്റ് നമ്പർ 9 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞ ഈ 2 എണ്ണം വെച്ചിട്ട് അതിന്റെ പ്രോബ്ലം അത് ആൻസർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഞാൻ ആൻസർ എത്രയാന്നുള്ളത് പറഞ്ഞുതരാം. എത്രയാന്ന് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാമല്ലോ. അതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് ആൻസർ നിങ്ങൾക്ക് 77520 എന്ന് കിട്ടണം. അപ്പൊ അതിൻ്റെ അകത്ത് മാഡം 520 77,520 ആൻസർ കിട്ടണം. അത് അതിൻ്റെ അകത്ത് മാഡം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അസസബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ മാഡം തന്ന ആ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത 2 സംഭവങ്ങളും, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആ ചാർട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്ത് വേണം എക്സ്ചേഞ്ച് റേറ്റ് എടുക്കാൻ. കാരണം ഇതിൻ്റെ അകത്ത് എക്സ്ചേഞ്ച് റേറ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് മാഡം തന്നിരിക്കുന്ന FOB ആണ്. FOB തന്നിരിക്കുന്ന $1000 എന്നാണ്. അപ്പോൾ ആ ഡോളറിനെ ആദ്യം ഇന്ത്യൻ റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കേണ്ട ആ ചാർട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്ത എങ്ങനെയാണ് അക്സസബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് അക്സസബിൾ വാല്യൂ കണ്ടുപിടിക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി കാണാൻ പറഞ്ഞിട്ടില്ല. കസ്റ്റംസ് ഡ്യൂട്ടി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആ അക്സസബിൾ വാല്യൂ ഇവിടെ ഇട്ടിട്ട് ഈ ഒരു മെത്തഡോളജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, പിന്നെ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിംഗ് IGST ആൻഡ് GST, പിന്നെ വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് IGST GST എല്ലാം കൂടെ കണ്ടുപിടിക്കുന്ന ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി. പക്ഷെ ഇത് കാണാൻ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും ഇവിടെ എത്ര ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പ്രോബ്ലം ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഈ ആൻസർ കിട്ടുന്നില്ലേ നോക്കൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു പ്രോബ്ലം ഈ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അത്ര അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്ത് ഓക്കെ, എന്നാൽ അത് നിർത്താം. അത്രയും നോക്കി നോക്കും നിങ്ങൾ.